ഹായ്, നമ്മൾ കുറച്ച് നാളായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഞാൻ പഠിക്കാൻ പോയിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അത് ഞാൻ ഇത്ര നാൾ വീഡിയോ എടുക്കാതിരുന്നത്. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. വീട്ടിൽ വെച്ചാൽ ഇരിട്ടിയിൽ. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തു. കാരണം ഞാനും അമ്മമ്മയും മാത്രമേ രാത്രി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മമ്മ എന്ന് പറഞ്ഞാൽ അച്ഛമ്മ, അച്ഛനും അമ്മയെല്ലാം ചേച്ചീൻ്റെ മോളെ പരിപാടി, ഡാൻസ് പരിപാടി ഉണ്ട്, അത് കാണാൻ പോയി. അപ്പം നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തു. അപ്പോൾ നമുക്കത് കാണാം. നമുക്കെന്തല്ല ഇപ്രാവശ്യത്തെ വിഷുവിനെ പറ്റി പറയാം. വിഷുവിനെ പറ്റി എങ്ങനെയാണ്? വിഷു എങ്ങനെയുണ്ടായിരുന്നു? വിഷു നല്ല തന്നെ. വിഷു എല്ലാവരും വന്ന് പോയി. വിഷുവെല്ലാം നല്ല തന്നെ. വിഷുക്കോടിയെല്ലാം കിട്ടിയതാ? വിഷുക്കോടി രണ്ടെണ്ണം ഒന്നാരാ കൈയിട്ട് എല്ലാവരും. ഒന്ന് നമിത, ഒന്ന് സത്യവതി, പിന്നെ അറിയില്ല. പിന്നെ എല്ലാവരും കൈയിട്ട് തന്നു. നമിത തന്ന്, പ്രിയങ്ക തന്ന്, ഗോപാലൻ തന്നു, പിന്നെ സത്യവതി ഒരു 200 രൂപ. എല്ലാവരും 500, കിലോ അച്ഛൻ 500 രൂപ. പിന്നെ മഴ കുറവല്ലേ? ചൂടല്ലേ? മഴ കുറവല്ലേ? ചൂട് മഴയും അത്രയും വരുന്നു. പറയാം മടം പറഞ്ഞാലേ ഞാനായി മാടം കഴിഞ്ഞ് ഇടവും പടക്കാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പ്രീമിയം വെക്കണം. പെൻഷൻ പൈസ കിട്ടിയിട്ട് തരാം. കിട്ടിയതെല്ലാം തീർന്നു പോയി. അതിന് എൻ്റെ അടുത്ത് ക്യാമറ ഇല്ല, നമുക്ക് സ്റ്റുഡിയോ പോയിട്ട് എടുക്കാം. ഇല്ല, എല്ലാം ഒന്നും ഇവിടെ പറയേണ്ടിയില്ല. അമ്മ ഇങ്ങനെ ചാകാനാണ്. അത്ര വട്ടം ചാവില്ല. എല്ലാം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര രസം. അച്ചാച്ചന് ആ ഒരു കാലം ഭയങ്കര രസമുള്ള കാലം. അപ്പം ഇപ്പം അമ്മമ്മ ഉള്ളതുകൊണ്ട് ഒരു സമാധാനമുണ്ട് നമുക്കല്ലോ. അമ്മമ്മയെല്ലാം വേണം. ഇനി ഞാൻ എൻ്റെ അച്ചാച്ചനെ കാണിച്ചു തരാം. അച്ചാച്ചൻ മരിച്ചുപോയി. എന്നാലും ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അച്ചാച്ചൻ. അച്ചാച്ചനെ ഇതെല്ലാം പഴയ ഫോട്ടോ കേട്ടോ. ഇപ്പം എൻ്റെ അച്ചാച്ചനും അമ്മമ്മേനെയും കണ്ടില്ലേ? അപ്പം അതാണ് എൻ്റെ അച്ചാച്ചനും അമ്മമ്മയും. അച്ചാച്ചൻ മരിച്ചുപോയി. അച്ചാച്ചൻ കാവിലെല്ലാം പൂജ ചെയ്യുന്ന ഒരു ആളായിരുന്നു. ഇതിന് വെളിച്ചപ്പാടായിട്ട് തമ്പാച്ചി എന്നെല്ലാം അറിയപ്പെടും. പിന്നെ അമ്മമ്മ ഹൗസ് വൈഫ് എന്ന് പറയാം. അമ്മമ്മ അടിപൊളിയാണ്. അമ്മമ്മ ഭയങ്കര സ്മാർട്ടാണ്. പിന്നെ അമ്മമ്മ ഇപ്പം നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നടക്കും, ഇങ്ങനെ പിടിച്ചെല്ലാം നടക്കും. അമ്മമ്മേൻ്റെ കുറച്ച് കാലത്തിന് മുമ്പ്, അതായത് ഈ നടക്കാൻ പറ്റുന്ന സമയത്തൊന്നും അമ്മമ്മ ഇങ്ങനെ ഫുൾ എല്ലാവിടെയും പോകും വരും. നല്ല ധൈര്യമുള്ള ആളാണ്. എന്താ പറയുക, അടിച്ചുപൊളി എന്ന് പറയൂലേ, ആ ഒരു രീതിയിലാണ് അമ്മമ്മ ജീവിച്ചുകൊണ്ട് നിന്നത്. പിന്നെ അപ്പം ഞാനും അമ്മമ്മയും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക, അപ്പം ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക, അച്ചാച്ചനും അമ്മമ്മയും നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യും. എന്ന് വെച്ചാൽ അമ്മ ഇപ്പം നമ്മുടെ ആരെങ്കിലും വീട്ടിൽ എന്തെങ്കിലും നിൽക്കാനോ എന്തിനെങ്കിലും പോയി എന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ അച്ചാച്ചനായാലും അമ്മമ്മയായാലും നമ്മളെ അത്ര നന്നായിട്ട് നോക്കും. അത്ര നന്നായിട്ട് പറഞ്ഞാൽ പൊന്നു പോലെ നോക്കും. അച്ചാച്ചനാണെങ്കിൽ ഇപ്പം ഞാൻ പച്ചവെള്ളത്തിലാണ് കുളിക്കില്ല, എന്നാലും അമ്മയറിയില്ലേ അച്ചാച്ചൻ ഇങ്ങനെ അമ്മമ്മേനോട് ഇങ്ങനെ ചോദിക്കും, കുളിക്കാൻ ചൂടുവെള്ളമാക്കിയോ, കുളിച്ചോ, പിന്നെ ഭക്ഷണം കഴിച്ചോ, കിടന്നോ, ഇറങ്ങിക്കോ, അങ്ങനെ നമ്മളെ പൊന്നു പോലെ നോക്കും.
അപ്പോൾ അമ്മമ്മയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി തരും. അമ്മയുടെ ഇല്ലെങ്കിൽ നമ്മളെ ഒരു പണി എടുപ്പിക്കില്ല. അമ്മ നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി തരും. കഴിച്ചോ നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും വേണ്ടെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാൽ ഒരു 100 തവണ അമ്മമ്മ ചോദിക്കും, വേണോ നമുക്കിങ്ങനെ പറഞ്ഞ് മടുക്കും. എന്നാൽ അത്രയും അമ്മമ്മ ഇങ്ങനെ വേണോ ചോദിക്കും, കഴിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശക്കുന്നുണ്ടോ, അങ്ങനെ അത്ര നന്നായിട്ട് ഇവർ നോക്കും നമ്മളെ. അപ്പം ഞാൻ അതെല്ലാം ഇങ്ങനെ ആലോചിക്കില്ല. ഞാനും അമ്മമ്മയും മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കല, അമ്മമ്മ ഇങ്ങനെ ഭക്ഷണം കഴിച്ചോ അങ്ങനെയെല്ലാം ചോദിക്കും. ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം. കാരണം ഞാനിപ്പോൾ അമ്മമ്മ വയസ്സായല്ലോ, അപ്പം ഞാനാണല്ലോ പിന്നെ അമ്മമ്മേനെ ഇങ്ങനെ വയസ്സായ അമ്മമ്മ എവിടെയുള്ളത്, ഞാനിപ്പം നോക്കേണ്ടത് അമ്മമ്മേനെ ശ്രദ്ധിക്കണം, അങ്ങനെയല്ലേ സാധാരണ. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണുള്ളത്. ഇപ്പം ഞാൻ പണ്ടത്തെ ആ ചെറിയ കുട്ടി, അമ്മമ്മ നല്ല ധൈര്യശാലി, നല്ല പവർഫുള്ളായിട്ട് അമ്മമ്മ ഞാൻ ഭക്ഷണം കഴിച്ചോ, അത് വേണോ ഇത് വേണോ എന്നല്ല. ഇപ്പോൾ നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അമ്മമ്മ നമ്മളെ പൊന്നുപോലെ നോക്കുന്നു. ശരിക്കും ഞാനിപ്പോൾ കുട്ടിയായിട്ടുള്ളത് ഇവിടെ. കാരണം അമ്മമ്മ എന്നെ ഇങ്ങനെ നല്ല പവർഫുള്ളായിട്ട് അത് കഴിച്ചോ ഇത് കഴിച്ചോ ഭയങ്കര അമ്മമ്മ എടുത്ത മെയിനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ചെറിയ കുട്ടീനെ പോലെ എനിക്കിപ്പോൾ എന്തെങ്കിലും ചെറുതെന്നും കണ്ടാലും ഞാൻ അമ്മമ്മ അത് ചെയ്യും, അമ്മമ്മ ഇത് അത് എന്നിട്ട് അമ്മമ്മേനെ വിളിക്കുകയോ ചെയ്യാം. സാധാരണ നേരെ തിരിച്ചല്ലേ, വയസ്സായ അമ്മമ്മ ഉണ്ടാവും, നമ്മൾ അമ്മമ്മക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കും. ഇത് പക്ഷേ നമ്മളിവിടെ ഉണ്ടാക്കും. എന്നെ ആ പഴയ ചെറിയ കുട്ടിയായിട്ട് തന്നെ അമ്മമ്മ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാനങ്ങനെ അപ്പോൾ അതിങ്ങനെ ഇറയത്തിരുന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിക്കാം, ഇവരെല്ലാം ഒരു സമയം എന്ത് അത്രയും അത്രയും ഇഷ്ടമുള്ള ഒരു സമയം. ഇവരെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ അച്ഛൻ്റെയും അമ്മമ്മേൻ്റെ എല്ലാം കൂടെ ജീവിക്കാൻ പറ്റുക എന്നാൽ ഭയങ്കര ഒരു നല്ല മെമ്മറി കിട്ടും നമുക്ക്. അവരൊക്കെയുള്ള ഒരു ജീവിതം എന്ന് വെച്ചാൽ നമുക്ക് ഓർക്കാൻ അത്രയും രസമുള്ള നല്ലൊരു കാലഘട്ടം. എൻ്റെ അച്ഛനും കൂടിയുള്ള സമയം അതെല്ലാം കഴിഞ്ഞു പോയി. അതെല്ലാം ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അവരെല്ലാം ഉണ്ടാകുമ്പോൾ കിട്ടുന്നത് നല്ലൊരു സമയമാണ്, കാലഘട്ടമാണ്, അതൊരു ഭാഗ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാം വീട്ടിൽ അച്ചാച്ചനും അമ്മമ്മയും ഉണ്ടെങ്കിൽ നന്നായിട്ട് അവരെ സ്നേഹിക്കുക. കാരണം നമ്മളവരെ ചെറിയ കുട്ടികളല്ലേ, അവരുടെ മക്കളുടെ മക്കളല്ലേ. അപ്പോൾ നമ്മളവരെ ചെറിയ മക്കളല്ലേ. അപ്പോൾ നമ്മളതിൻ്റെ അനുസരിച്ച് അവരോട് നല്ല രീതിയിൽ നിൽക്കുക. അതെല്ലാം ഒരു ഭംഗിയുള്ളൊരു സമയമാണ്. പിന്നെന്താ പറയാനുള്ളത്, ഇനിയിപ്പോൾ അച്ഛനും അമ്മയെല്ലാം വരും. അവരെല്ലാം വന്നാൽ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. നോക്കട്ടെ. എന്നെ നോക്കുമ്പോൾ സംസാരിക്കാൻ വരുന്നുണ്ട്, ക്യാമറ നോക്കുമ്പോൾ ഞാൻ മറന്നു പോകുന്നു. പിന്നെ എന്നെ പരിചയപ്പെടുത്താനാണെങ്കിൽ എനിക്ക് 2 ചേച്ചിമാരാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ചേച്ചീൻ്റെ മോളുടെ പരിപാടി ഡാൻസാണ്. മോളുടെ ട്വിൻസാണ്. അപ്പോൾ രണ്ടാളുടെയും ഡാൻസ് ഉണ്ട്. ആ പരിപാടി കാണാൻ അച്ഛനും അമ്മയും പോയി, എൻ്റെ മൂത്ത ചേച്ചിയും പോയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇനിയിപ്പം വരും. പിന്നെന്താ പറയാനുള്ളത്, ഇപ്പം തന്നെ വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് അമ്മമ്മ പിന്നെ ഇങ്ങനെ ഞാനെന്തോ വെറുതെ ഇങ്ങനെ എന്തൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ ക്യാമറയെല്ലാം കണ്ടപ്പോൾ നമിത എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ എനിക്കൊരു പേരുണ്ട് പിച്ചിന്ന്, അതായത് പ്രിൻസി എന്നുള്ള പേര്. പ്രിൻസി എന്നാണ് ആദ്യം ഇട്ട പേര്. ആ പേര് എൻ്റെ രണ്ടാമത്തെ ചേച്ചിക്ക് വിളിക്കാൻ കിട്ടുന്നില്ല. അപ്പം അവൾ ഇങ്ങനെ പിച്ചി എന്ന് വിളിച്ച് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും അങ്ങനെ വിളിക്കുക. അപ്പോൾ എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമാണ്. ആ പേര് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹമാണ് എനിക്ക് ആ പേരിനോട്. കാരണം എൻ്റെ അച്ചാച്ചൻ, എൻ്റെ അമ്മമ്മ, അച്ഛനമ്മ, ചേച്ചിമാർ, പിന്നെ അറിയുന്ന കുറച്ച് ചുറ്റുപാടിലെ കുറച്ച് ആൾക്കാർ വിളിക്കുന്ന ആ ഒരു പേരിനോട് എനിക്ക് അത്രയും ഇഷ്ടമാണ്. പക്ഷെ ചിലവരെ വിചാരം ആ പേര് വിളിച്ചത് കൊണ്ട് എന്നെ നാണം കെടുത്ത, അങ്ങനെയല്ല. എനിക്കത് ഒരു കുറച്ചിൽ എന്ന് പറയില്ലേ, നമുക്കൊരു ചമ്മൽ തോന്നുമെന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചില ആൾക്കൂട്ടത്തു നിന്നെല്ലാം അതിനെ ഒരു ഭംഗിയില്ലാതെ വിളിച്ച് കൊളാക്കുന്നതാണ്. അപ്പോൾ ഞാനതിലൂടെ ചമ്മുമല്ല ചെയ്യുന്നത്, എനിക്കതിനോട് താല്പര്യമില്ല. കാരണം ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്ന ആ പേരിനെ ഭംഗിയില്ലാതെ വിളിച്ച് കൊളാക്കുന്നത്. അപ്പോൾ
ഞാൻ എന്നെ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാർക്കെല്ലാം നമിത എന്നുള്ള പേരാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ പേര് അവർ വിളിച്ചാൽ മതി. അപ്പോൾ ഇത് വിളിച്ചിട്ട് ചില സമയത്ത് നമിത എന്ന് വിളിക്കും, ചില സമയത്ത് പിച്ചി എന്ന് വിളിച്ച് എന്നെ ഇങ്ങനെ എന്താ പറയുക, ഞാൻ അതുകൊണ്ട് ചമ്മിപ്പോകുന്നുള്ള രീതിയിൽ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ ചമ്മുന്നൊന്നുമില്ല. എൻ്റെ ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർ വിളിക്കുന്നത് എൻ്റെ നല്ലൊരു പേര് വിളിച്ച് കൊളാക്കുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് അന്നേരം ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അത് പറയാൻ കാരണം അമ്മമ്മ ഇപ്പോൾ ക്യാമറ കണ്ടപ്പോൾ പേരെല്ലാം മാറ്റി നമിത എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല, ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിന് എന്തിന് യൂട്യൂബിലിടാനൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അമ്മ വെറുതെ ഇങ്ങനെ ക്യാമറ കണ്ടപ്പോൾ പേരെല്ലാം മാറ്റി നമിത എന്നുള്ള രീതിയിൽ സംസാരിച്ച്. അപ്പം ഞാനിങ്ങനെ അതെനിക്കൊരു അത്ഭുതം തോന്നി. പിന്നെന്താ, പിന്നെ ഈ പിച്ചി എന്നുള്ള പേര് എനിക്ക് ചെറുതായപ്പോൾ, ചെറിയ കുട്ടിയായപ്പോൾ സ്കൂളിലെല്ലാം ഇങ്ങനെ എന്നെ ആരും വിളിച്ച് കളിയാക്കുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ചെറിയൊരു ചമ്മൽ അല്ലെ പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ആരും വിളിച്ചാലും ഞാൻ ഇഷ്ടപ്പെടുന്ന, അതായത് ആ പേര് പണ്ടേ വിളിക്കുന്ന ആൾക്കാർ വിളിക്കുന്നതിൽ ശരിയുണ്ട്. പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടും ഈ പേര് വിളിക്കുമ്പോൾ അതിന് ആ പേരിൻ്റെ ഭംഗി കിട്ടുന്നില്ല അവർ വിളിക്കുമ്പോൾ. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ വിളിക്കുന്നവർ. ഇപ്പം വിളിക്കുന്നുണ്ടോ വിളിക്കട്ടെ, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, ഇരിട്ടി എന്നുള്ള നാട് അടിപൊളി നാടാണ്. ഞാൻ കാണിച്ചു തരാൻ വീഡിയോ എടുത്തിട്ട്. ഞാനപ്പം വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും. പരിസരം ഭയങ്കര ഇഷ്ടം ഇവിടെ വന്ന് നിൽക്കാൻ. ഒരു ദിവസം വീഡിയോ എടുക്കാം. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ഇന്നത്തെ വീഡിയോ നോക്കട്ടെ, ചിലപ്പോൾ അവർ വന്നാൽ ഞാൻ കുറച്ച് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിർത്താം. ബൈ. ഇത് അടിപൊളിയായിരുന്നല്ലോ. ഇതെല്ലാം മികു വരക്കുന്നയാ? ഓ ചന്ദ്ര, ഇത് ഞാൻ വിചാരിച്ചു ഇത് മികു വരച്ചാന്ന് വിചാരിച്ച. ഇതെന്താന്നറിയോ, ഇത് പഴുത്ത മാങ്ങയില് ഇങ്ങനെ ചുമന്ന മുളകില്ലേ അത് ചുട്ടിട്ട് അതും ചെറിയ ഉള്ളിയും കൂടി ഇങ്ങനെ ചതച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മാങ്ങയിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇതും കൂട്ടി ഇങ്ങനെ കഴിക്കാൻ. അത് ഏച്ചി ഇപ്പോൾ എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോയപ്പോൾ പണ്ട് കഴിച്ചത് ഓർമ്മ വന്നിട്ട് ഇപ്പം വീട്ടിൽ പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അങ്ങനെ ആക്കി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചോറിന് നല്ല പഴുത്ത മാങ്ങയിൽ ചുട്ടരച്ച മുളക് ചേർത്തിട്ടുള്ളത് കൂട്ടി എന്ത് ടേസ്റ്റാണെന്നറിയോ. പിന്നെ എല്ലാം, പിന്നെ വെജിറ്റബിൾ, അവിയൽ, പിന്നെ മീൻ വറുത്തത്, അങ്ങനെയെല്ലാം ഉണ്ട്. എല്ലാം കൂടി നല്ല ടേസ്റ്റ്. ഇവിടെ ഫുഡ് കഴിച്ചു.